അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഇവിടെ ചില പള്ളികളിലൊക്കെ ഉണ്ടല്ലോ ഖിയാമുല്ലയിൽ നിസ്കാരം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണേ. അത് ശരിക്കും ആധികാരികമായിട്ടുള്ളതാണോ, അത് നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണോ, എന്താണ് അതിന്റെ സംഗതി എന്ന് വിശദീകരിച്ചാണ്. പല സ്ഥലത്തും ഇതിങ്ങനെ കേൾക്കണേ. എല്ലാവരും ജമാഅത്തായിട്ട് പറ്റുമോ, ജമാഅത്തിൽ വലിയ പുണ്യമുണ്ടോ, അതിനായിട്ടുള്ള വിഷയങ്ങളൊന്ന് വിശദമായിട്ട് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. എന്നാ ശരി, ഇതൊന്ന് പറയും വേണ്ടോ, ഇത് നാളെ ഉണ്ടാവില്ല നിസ്കാരം. وعليكم السلام ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന സഹോദരന്റെ ചോദ്യം, ഖിയാമുല്ലൈൽ എന്ന പേരിൽ പലയിടത്തും ഒരു പ്രത്യേക ജമാഅത്ത് നിസ്കാരം പള്ളികളിൽ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ മദ്ഹബിൽ ആധികാരികമായിട്ട് വല്ല രേഖയുമുണ്ടോ എന്നാണ്. ഖിയാമ് എന്നാൽ നിൽക്കുക, ലൈല് രാത്രി. ഖിയാമുൽ ലൈൽ രാത്രി നിൽക്കുക. ഇവിടെ ഉദ്ദേശം നിസ്കാരാണ്. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഖിയാമുൽ ലൈൽ എന്നൊക്കെ പറഞ്ഞാൽ രാത്രി നിന്ന് നിസ്കരിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ ഖിയാമുൽ ലൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രിയുള്ള നിസ്കാരം, സുന്നത്ത് നിസ്കാരം. തറാവിയും വിത്റും അല്ലാതെ തന്നെ പ്രത്യേകമായ ഒരു ഖിയാമുൽ ലൈൽ എന്ന പേരിൽ ജമാഅത്ത് സുന്നത്താക്കപ്പെട്ടോ എന്ന് തോന്നിപ്പിക്കും വിധമുള്ള നിസ്കാരങ്ങളാണ് അധിക സ്ഥലത്തും കാണുന്നത്. സത്യത്തിൽ ഷാഫി മദ്ഹബ് പ്രകാരം എന്താണ് ഈ ഖിയാമുൽ ലൈൽ എന്ന് നമുക്ക് നോക്കാം. ബഹുമാനപ്പെട്ട നിഹായത്തുസ്സൈൻ പേജ് 114 കാണാം. വമിനൻ നഫിലിൽ മുത്ലഖി ഖിയാമുൽ ലൈൽ. ഖിയാമുൽ ലൈൽ എന്ന നിസ്കാരം നഫിൽ മുത്ലഖ് പെട്ടതാണ്. നഫിൽ മുത്ലഖ് എന്നാൽ എന്താണ്? വ നഫിലുൽ മുത്ലഖു മാ ലാ യതഖയ്യദു ബിവഖ്തിൻ വലാ സബബിൻ. ഒരു സമയബന്ധിതമോ കാരണത്തോട് ബന്ധപ്പെട്ടതോ അല്ലാത്ത പൊതുവെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കാകുന്നു നഫിൽ മുത്ലഖ് എന്ന് പറയുന്നത്. നിഹായത്തുസ്സൈൻ പേജ് 113. ഇത്തരമുള്ള നിസ്കാരങ്ങളിൽ തീരെ ജമാഅത്ത് സുന്നത്തില്ല എന്ന് ഫിഖ്ഹിന്റെ എല്ലാ കിതാബിലും പറയുന്നുണ്ട്. വമിനൻ നഫിലുൽ മുത്ലഖ് ഖിയാമുൽ ലൈൽ. ഖിയാമുൽ ലൈൽ എന്ന നിസ്കാരം നഫിൽ മുത്ലഖ് പെട്ടതാണ്. നഫിൽ മുത്ലഖ് പറഞ്ഞാൽ ഏത് സമയത്തും, കറാഹത്താക്കപ്പെട്ട ടൈമുകളിൽ അല്ലാതെ ഏത് സമയത്തും നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാകുന്നു നഫിൽ മുത്ലഖ്. വലാ ഹസുറ അലി നഫിലിൽ മുത്ലഖി. നഫിൽ മുത്ലഖ് ഇത്ര റക്അത്ത് എന്നുള്ള കണക്കില്ല. ഫലഹുവ യഖ്തസർ അലാ റക്അ. ഒരു റക്അത്ത് നിസ്കരിച്ചാലും നഫിൽ മുത്ലഖിന്റെ സുന്നത്ത് കിട്ടുമെന്ന് ഫതുഹുൽ മുഈൻ 113 പേജിൽ 8 വരിയിലുണ്ട്. എത്ര നിസ്കരിക്കാം? രാത്രി ആയതുകൊണ്ടാണ് ഖിയാമുൽ ലൈൽ എന്ന് പേര് കിട്ടിയത്. രാത്രി പൊതുവെ എന്തെങ്കിലും ഒന്ന് സുന്നത്ത് നിസ്കരിക്കൽ വളരെ അഫ്ളലാണ്. എന്നല്ല, അങ്ങനെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കൽ നിർബന്ധമാണെന്ന ഖൗല് പോലും ഫിഖ്ഹിന്റെ ജമല് 328 പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഏതായാലും നഫില് മുത്ലഖിൽപ്പെട്ട ഈ ഖിയാമുൽ ലൈൽ എന്ന നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തേ ഇല്ല. റവാത്തിബ് സുന്നത്തുകൾ ളുഹ, തഹയ്യത്ത്, തഹജ്ജുദ്, ഇസ്തിഖാറ, ഹാജത്തിന്റെ നിക്കാരം, അവ്വാബീന നിക്കാരം, തവാഫിന്റെ ശേഷമുള്ള നിക്കാരം, ഇഹ്റാമിന്റെ മുമ്പുള്ള നിക്കാരം, ഇതുപോലെയുള്ള ഒരു നിസ്കാരങ്ങളിലും ജമാഅത്ത് സുന്നത്തേ ഇല്ല. ജമാഅത്ത് സുന്നത്തില്ലാത്ത നഫിൽ മുത്ലഖ് എന്ന പൊതുവെയുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ ഗണത്തിൽപ്പെട്ടതാണ് ഖിയാമുൽ ലൈൽ എന്ന രാത്രിയുള്ള സുന്നത്ത് നിസ്കാരം. ഖിയാമുൽ ലൈൽ എന്നുള്ളത് സുന്നത്ത് നിസ്കാരത്തിന് മാത്രമല്ല. നോക്കൂ, നിഹായത്തുസ്സൈൻ 115 പറയുന്നു, വയഅസ്ലു ഖിയാമുൽ ലൈൽ എന്ന ആ ഒരു പവിത്രത കിട്ടാൻ ബിൻ നഫിലി, സുന്നത്ത് നിസ്കരിച്ചാലും മതി. അത് വലവ് മുവഖത്തൻ, നിശ്ചയിക്കപ്പെട്ട വഖ്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരം നിസ്കരിച്ചാലും മതി. വലവ് സുന്നത്തൽ ഇശാ, ഇശാന്റെ സുന്നത്ത് നിസ്കരിച്ചാലും ഖിയാമുൽ ലൈൽ എന്നുള്ള സുന്നത്ത് കിട്ടും, അതിന്റെ കൂലി കിട്ടും. അവിൽ വിത്രി, വിത്ർ നിസ്കരിച്ചാലും, വബിൽ ഫർളി, ഫർള് കൊണ്ടും കിട്ടും. വലവ് ഖലാൻ, ഖലാ വീട്ടിയാലോ ഔ നദറല്ലെങ്കിൽ നീർച്ച നിസ്കരിച്ചാലോ ഒക്കെ. അപ്പൊ ഖിയാമുൽ ലൈൽ എന്ന രാത്രി എന്തെങ്കിലും ഒരു നിസ്കാരം നടക്കണം. വളരെ പ്രധാനപ്പെട്ട പുണ്യമാണത്. നിഹായത്തുസ്സൈൻ 115, ഇതൊക്കെ ഷാഫി മദ്ഹബിന്റെ കിതാബാണ്. വൈൻകാന ബഅദൻ നൗമി, ഉറങ്ങിയതിന്റെ ശേഷമാണോ ഒരാൾ നഫിൽ മുത്ലഖ് നിസ്കരിക്കുന്നത്, എന്നാൽ അതിന് തഹജ്ജുദ് എന്നും പറയുമെന്ന് ബഹുമാനപ്പെട്ട നിഹായത്തുസ്സൈൻ 114 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ റമദാനിൽ മാത്രം പ്രത്യേകമായ ഖിയാമുൽ ലൈൽ എന്ന ജമാഅത്ത് സുന്നത്തുള്ള ഒരു നിസ്കാരം ഷാഫി മദ്ഹബുകാരായ നമുക്ക് ഇല്ല.
നഫ്ല് മുത്തലഖ് എന്നാൽ ഒരു പ്രത്യേക സമയമോ കാരണോ അല്ലാതെ എത്രയും സുന്നത്ത് നിസ്കരിക്കാം. ആ നിസ്കാരം രാത്രിയുമാകാം, അത് റമദാനിലുമാകാം, അത് ഒരു റക്അത്തുമാകാം. ഫത്തുൽ മൊയ്ൻ 113 പേജ് 8ാമത്തെ വരിയിൽ നോക്കുക. അപ്പൊ നമുക്ക് സാധാരണ നമ്മളിവിടെ കാണുന്നത് പോലെ റമദാന്റെ രാത്രി മാത്രം നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട് ഖിയാമുൽ ലൈൽ എന്ന് ജമാഅത്തായിട്ട് പല പള്ളികളും ഇന്നത് നമ്മുടെ ഇമാമുമാർ നിസ്കരിച്ചു വരുന്നു. ഷാഫി മദ്ഹബുകാരായ നമുക്ക് റമദാന്റെ രാത്രി തറാവീഹോ വിത്തറോ ഒഴികെ ജമാഅത്ത് സുന്നത്തുള്ള ഖിയാമുൽ ലൈൽ എന്ന പേരിലോ മറ്റോ ഒരു നിസ്കാരവും നമുക്ക് ഇല്ലേ ഇല്ല. ഷാഫി മദ്ഹബുകാർക്കില്ല. കാരണം ജമാഅത്ത് സുന്നത്തുള്ള ഗണത്തിലല്ല നഫ്ല് മുത്തലഖ് പെടുന്നത്. നഫ്ല് മുത്തലഖിന്റെ കൂട്ടത്തിലാണല്ലോ ഖിയാമുൽ ലൈൽ എന്ന പേരിലുള്ള നിസ്കാരം പെടുക. ഷറഹുൽ മുഹദ്ദബ് 4ാം വാള്യം 45ാം പേജ് മുതൽ നോക്കുക. അതുകൊണ്ട് ഖിയാമുൽ ലൈൽ എന്ന പേരിൽ തറാവിയോ വിത്രോ അല്ലാത്തൊരു ജമാഅത്ത് നിസ്കാരം ഒരു പ്രത്യേകമായി നമുക്ക് ഇല്ലേ ഇല്ല. തസ്ബീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല. പക്ഷെ പഠിപ്പിക്കാൻ വേണ്ടിയോ മറ്റോ ഉദ്ദേശപ്രകാരം അത് പറഞ്ഞു കൊടുത്തിട്ട് ജമാഅത്തായിട്ട് നിർവഹിക്കാം എന്ന് ബിഗിയത്തുൽ മുസ്തർഷിദീൻ വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് റമദാൻ 27 അല്ലേ കുറച്ചധികം നിസ്കരിക്കണമെങ്കിൽ ഒരുപക്ഷെ വിത്ര അല്പം പിന്തിച്ചിട്ട് ഒരു 11 റക്അത്തായിട്ട് നിസ്കരിക്കാം. അല്ലെങ്കിൽ ഈ ബിഗിയയിൽ പറഞ്ഞ കൗല് പ്രകാരം നമുക്ക് ജമാഅത്തായിട്ട് തസ്ബീഹ് നിസ്കാരം നിർവഹിച്ചു ഒരു അല്പനേരം കൂട്ടിയിട്ട് നമുക്ക് അങ്ങനെ ഖിയാമുൽ ലൈൽ എന്ന പേരുമാണെങ്കിൽ കൊടുത്ത് സായുജ്യമടയാം. ഗൾഫിലൊക്കെ ജമാഅത്തായി ഖിയാമുൽ ലൈൽ എന്ന പേരിൽ എന്തോ നിസ്കാരമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ നിസ്കരിക്കുന്നത്. അവിടെ ഏതാണ് മദ്ഹബ് അല്ലാഹു ആലം. ചില മദ്ഹബുകാർക്ക് തഹജ്ജുദ് ആകണമെങ്കിൽ ഉറങ്ങണം എന്ന് നിബന്ധനയില്ല. വേറെ ചില മദ്ഹബുകാർക്ക് തഹജ്ജുദ് നിസ്കാരത്തിൽ പോലും ജമാഅത്ത് സുന്നത്തുമുണ്ട്. ജമാഅത്തിന്റെ വിഷയത്തിലും മറ്റുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ പല മദ്ഹബുകൾ തമ്മിലുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും മദ്ഹബ് പ്രകാരമോ ഒരു മദ്ഹബും ഇല്ലാതെയോ ഒക്കെ ആവാം ഗൾഫിലുള്ള നിസ്കാരം. ഏതായാലും ഗൾഫിലുള്ളതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് എല്ലാം കൂപ്പിയടിച്ചു കൊണ്ടുവരിക എന്നുള്ളത് സുന്നിയേതര സഹോദരങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് സുന്നികളായ നമ്മുടെ ഇമാമുമാർ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിന്റെ ന്യായ വശങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് നോക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ നമുക്ക് ഖിയാമുൽ ലൈൽ എന്ന പേരിൽ ജമാഅത്ത് സുന്നത്തുള്ള പ്രത്യേക ഒരു നിസ്കാരം വിത്രോ തറാവീഹോ അല്ലാതെ റമദാനിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ വേണ്ട വിധം മനസ്സിലാക്കാനും ബഹുമാനപ്പെട്ട മദ്ഹബ് അനുസരിച്ച് തന്നെ നമ്മൾ ഷാഫി മദ്ഹബുകാരാണല്ലോ നിർവഹിക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.